ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിന ആശംസകൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഉത്രാട ദിവസത്തെ വിശേഷങ്ങളാണ്. രാവിലെ അത്തപ്പൂക്കളം എല്ലാം ഇട്ട് കഴിഞ്ഞു. ഞാനല്ല ഇട്ടത്, വീട്ടിലെ അമ്മയും ചേട്ടനും അവരൊക്കെയാണ് ഇട്ടത്. ഇനി നമുക്ക് വിളക്കൊരുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അത് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികൾ ചെയ്യാമല്ലോ. അതിന് പിറകിലായിട്ട് ക്ലീനിങ്ങും അമ്മ അടുക്കള ഒതുക്കൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതിലൊന്നും ഇന്ന് ഏർപ്പെട്ടതേ ഇല്ല, കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു. നല്ല ബോഡി പെയിനും ജലദോഷവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചു, മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ ഉറക്കം, ക്ഷീണം അങ്ങനെ തന്നെയായിരുന്നു. വിളക്കൊരുക്കാനുള്ള ഫസ്റ്റ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതുപോലെ പച്ച ഓലയുടെ സെൻറ്ററിൽ നിന്ന് കട്ടിയുള്ളൊരു ഭാഗമുണ്ട്, അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള റൗണ്ട് പിടിച്ചിട്ട് ഒരു കെട്ടിടുക. അത് കഴിഞ്ഞ് ആ വള്ളി ഇങ്ങനെ ചുറ്റി 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 കെട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ 3 റൗണ്ടാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഒരു ചെറുത്, പിന്നെ അതിനേക്കാളും വലുത്, അതിനേക്കാളും വലുത്, അങ്ങനെ 3 വേണ്ടത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. കളർ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ സമയമില്ലാത്തവർക്ക്, ജോലിക്ക് പോകുന്നവർക്കൊക്കെ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിതിന് മുന്നേയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതേ കണക്ക് തന്നെ ഇപ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും വീട്ടിലുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യവും നമുക്ക് മാമൻ തന്നെയാണ് ചെയ്തു തരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്തതാണ്, അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം നമുക്കിത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. സെറ്റോട് കൂടിയും റൗണ്ട് മാത്രമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. 2 റൗണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 3ാമത്തത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും ഫസ്റ്റത്തതും ഏറ്റവും ലാസ്റ്റത്തതുമാണ്. അടുത്ത റൗണ്ടും കൂടി റെഡിയായി കഴിഞ്ഞിട്ട് നമുക്കിനി വിളക്ക് റെഡിയാക്കി തുടങ്ങാം. ഈ റൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗ്രീനിൽ വൈറ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി കെട്ടിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. വിളക്കിനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് വിളക്ക് ഒരുക്കി തുടങ്ങാം. ഉത്രാട വിളക്ക് ഒരുക്കി വെക്കുന്നത് ഒന്നുകിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്നും എവിടെയാണോ വിളക്ക് കത്തിക്കുന്നത് അവിടെ, അപ്പോൾ ഹാളിലോ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഉത്രാട വിളക്ക് ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഹാളിലാണ് നമ്മൾ ഒരുക്കുന്നത്. നമുക്ക് എത്ര ഹൈറ്റിലാണോ ഇത് വേണ്ടത്, എത്ര വലുപ്പത്തിലാണോ വേണ്ടത്, അതനുസരിച്ച് നമുക്ക് ഒരുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ 3 പ്ലാസ്റ്റിക് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ഈ 3 പ്ലാസ്റ്റിക് 3 സൈഡിലായിട്ട് കെട്ടും. എൻ്റെ വീട്ടിൽ ഉത്രാട ദിവസം എന്ന് പറയുന്നത് ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി വിളക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ അതൊരു തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ്. തിരക്കാണെങ്കിലും പിറ്റേ ദിവസം തിരുവോണമായതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. എല്ലാ പണികളും കഴിഞ്ഞ് വൈകിട്ട് ഉത്രാട വിളക്ക് തയ്യാറായി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് തറയിൽ വെച്ച് യൂസ് ചെയ്യാം, അതിങ്ങനെ തൂക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. 2 രീതിയിലും പറ്റുന്നതാണ്. പിന്നെ അതാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണികളെല്ലാം കഴിയും. നമുക്ക് വാങ്ങി ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. ഉത്രാട വിളക്കൊരുക്കലിൽ ഏറ്റവും മുകളിലത്തെ റൗണ്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും താഴത്തെ റൗണ്ട് കെട്ടുകയാണ്. ഇത് രണ്ടും കെട്ടി റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ സെൻറ്ററിലെ റൗണ്ട് കെട്ടുന്നത്. ഈ റൗണ്ടുകൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു. പിന്നെ നമുക്ക് പൂക്കളും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിങ്ങനെ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെയൊന്നുമില്ല. 2 പേരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇപ്രാവശ്യം നമ്മൾ പൂക്കളൊന്നും പുറത്തുനിന്ന് വാങ്ങിയതേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തത് തന്നെ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ 2 റൗണ്ട് നമ്മൾ കെട്ടുന്നത് കണ്ടല്ലോ. ഇനി 3ാമത്തെ റൗണ്ട് സെൻറ്ററിൽ എങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണണ്ടേ. അതിങ്ങനെ കറക്റ്റ് അളവിന് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ സെയിം പ്ലാസ്റ്റിക് തന്നെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും നമുക്ക് ഇതും അത്തവും എല്ലാം റെഡിയാക്കി തരുന്നത് മാമൻ തന്നെയാണ്. ഇതെൻ്റെ അമ്മയുടെ സഹോദരനാണ്. ആൾ തന്നെയാണ് എല്ലാത്തിലും മുൻകൈ എടുത്ത് നമുക്കിതെല്ലാം ഒരുക്കി തരുന്നത്, ഊഞ്ഞാൽ കെട്ടിത്തരുന്നത് എല്ലാം ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കൂടെ നിന്നൊന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ പ്രാവശ്യവും റെഡിയാക്കി തരുന്നത് മാമൻ തന്നെയാണ്. ഇപ്രാവശ്യം ഇങ്ങനെ ആളിൻ്റെ കൂടെ ഒരുമിച്ചൊരു വീഡിയോ എടുത്ത് എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ ഇടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഇവരെയൊക്കെ പിന്നും കാണാമല്ലോ, നമ്മളെ വീട്ടിലുള്ളവരുടെ നമ്മൾ ഈ ഒരു കുഞ്ഞു സന്തോഷം പിന്നെ നമ്മളെ ചാനലിലൂടെ എപ്പോഴെങ്കിലും നമുക്ക് തന്നെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് തന്നെ. നമുക്കിനി ഉത്രാട വിളക്കിലേക്ക് പൂക്കളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 പ്ലാസ്റ്റിക് ആണല്ലോ കെട്ടിയിരിക്കുന്നത്. ആദ്യം അതിൻ്റെ ഓരോരോ സൈഡിലായിട്ട് ഇത് കണക്ക് ഓരോ പൂക്കളിടുക. പൂക്കൾ ഇങ്ങനെ ഇടാൻ നല്ല എളുപ്പമാണ്. ബാക്കിയുള്ള എല്ലാ പൂക്കളും മുകളിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ഇതാ ഇങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് ഇട്ടാൽ മതി. ബാക്കി വരുന്ന തുമ്പ് ഭാഗങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ ഒന്ന് കെട്ടി ഒതുക്കി വൃത്തിയാക്കി വെക്കുകയാണേ. നമ്മളിങ്ങനെ ഈ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ എൻ്റെ വീട്ടിലെ മാമനും അമ്മയ്ക്കും അച്ഛനും ചേട്ടനും എല്ലാവർക്കും അത്
അതൊരു സന്തോഷം തന്നെയാണ്. നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മളത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്ന് ഇതൊക്കെ ചെയ്തപ്പോൾ അവരുടെ സന്തോഷം ഞാൻ കണ്ടു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും പല ഭാഗങ്ങളും എനിക്ക് കട്ട് ചെയ്ത് കളയണമെന്നേ ഇല്ലായിരുന്നു. കാരണം അവർ അത്രയും സന്തോഷമായിട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പിന്നും കാണാമല്ലോ. നമ്മുടെ ഉത്രാട വിളക്ക് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. ഈ ഗ്രില്ലിലൊക്കെ കർട്ടൻ ഉണ്ട്, അതെല്ലാം വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. വൈകിട്ട് നമ്മളിടും. സദ്യക്കുള്ള ഇലയും വൈകിട്ട് പടുക്ക വെക്കാനും വിളക്ക് വെക്കാനുള്ള ഇല എല്ലാം നേരത്തെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. കാരണം ഉത്രാട വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ തൂക്കാൻ പാടില്ല, ഇലകളൊന്നും പറിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തലേ ദിവസം ചെയ്തു വെച്ചു. വിളക്കെല്ലാം റെഡിയായി, ബാക്കി പണികളെല്ലാം കഴിഞ്ഞു. മുറ്റമൊക്കെ നന്നായിട്ട് തൂത്തുവാരി ഇട്ടു. ഇനി നമുക്ക് വിളക്കൊരുക്കണം. അപ്പോൾ വിളക്കെല്ലാം ഒരുക്കി 2 ഇലയിലായിട്ടാണ്, ഒന്നിൽ പടുക്കയും ഒന്നിൽ വിളക്കെല്ലാം ഒരുക്കി. പടുക്ക വെക്കാനായിട്ട് പഴം കൊണ്ട് വെച്ചപ്പോൾ അതാ ഒരാൾ കണ്ട് അടിച്ചു മാറ്റുന്നത്. സന്ധ്യ ആയപ്പോഴേക്കും നമ്മൾ വിളക്കെല്ലാം കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇങ്ങനെ അല്ല സത്യത്തിൽ വിളക്ക് വെക്കേണ്ടത്. അത് നമ്മുടെ ഉത്രാട വിളക്ക് കുറച്ചുകൂടി ഇറക്കി വെക്കണം. നിലവിളക്ക് ഉത്രാട വിളക്കിന്റെ ഉള്ളിലായിട്ടാണ് കത്തിച്ച് വെക്കേണ്ടത്. പക്ഷെ നമുക്കങ്ങനെ വെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. മേശയിൽ വെക്കാനാണ് ആദ്യം മാമൻ പറഞ്ഞത്. പിന്നെ നമ്മൾ പെട്ടെന്ന് സമയമായി, പിന്നെ പ്ലാനങ്ങ് മാറി തറയിലായി. പിന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷം നമുക്ക് പിന്നെ മാറ്റാനൊന്നും പറ്റില്ല. ഉത്രാട വിളക്ക് നല്ല താഴ്ന്ന് അതിന്റെ ഉള്ളിലായിട്ട് നിലവിളക്ക് കത്തിച്ച് വെക്കുമ്പോഴാണ് അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ആ വിളക്ക് നിലവിളക്ക് കത്തുമ്പോൾ നമ്മൾ ഉത്രാട വിളക്കിട്ടേക്കുന്ന പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒറിജിനൽ പൂ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതാ പിറ്റേ ദിവസത്തെ പൂക്കളം ഇടാനുള്ള പൂവെല്ലാം ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിയ പൂവാണ്. ഈ ഒരു പൂവുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അമ്മ അത്തയിടാനായിട്ട് ഇങ്ങനത്തെ പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. അമ്മയും ചേട്ടനും കൂടെ പോയിട്ടാണ് പൂവെല്ലാം വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ താമര ഉണ്ടായിരുന്നു. ഇത് നമ്മൾ സെൻറ്ററിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് താമരയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ വീട്ടിൻ്റെ അടുത്തുനിന്ന് പൂക്കൾ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പറിച്ചുകൊണ്ട് വന്നത്. നല്ല അമ്മയാണ് കൊണ്ടുവന്നത്. ഒത്തിരി പൂക്കളം ഉണ്ടായിരുന്നു. എന്താ ഇതൊക്കെ കണ്ടോ, വയലിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന പൂക്കളാണ്. പൂവൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാറ്റ ബൈ ബൈ, സീ യു.